ഇത്രയും വിവാദം കത്തി നിൽക്കുമ്പോൾ തങ്ങൾ 21 കുടുംബത്തെ ഏറ്റെടുത്തു. ഏകദേശം 2 ഹൈന്ദവ മതത്തിലെ സുഹൃത്തുക്കളെ മക്കളെ കല്യാണം നടത്താൻ പോകും. അതോടൊപ്പം തന്നെ അനാഥ കുട്ടികളെ ഏറ്റെടുക്കുന്നു. എങ്ങനെയാണ് തങ്ങൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം തങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നത്? അതിന് എനിക്കിതുവരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങളെ ചോദ്യം പ്രസക്തി ഇല്ല. കാരണം ഇതിൻ്റെ ഇടയിൽ വിവാദത്തിൻ്റെ വിഷയമാണെങ്കിൽ അത് യൂട്യൂബർമാരാണ് വിവാദങ്ങളെ. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈവിൽ ആൾ കുറവില്ല, എൻ്റെ വീട്ടിലേക്ക് വരുന്ന ആളുകളെ കുറവില്ല. പിന്നെ എനിക്കെന്താ പ്രശ്നം? എനിക്കൊന്നുമില്ല. ഇപ്പോൾ അത് എത്തിയ മക്കൾക്ക് കൊടുക്കും, പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ആൾക്കാരിങ്ങനെ കൊടുന്നു തരുന്നു. നമ്മളതാ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു കൈയോട് കിട്ടുമ്പോൾ മറ്റേ കൈയോട് നമ്മൾ കൊടുക്കുന്നു. സലാത്തുൽ ഫാത്തിഹ. സലാത്തുൽ ഫാത്തിഹ. വേറെ എന്താ? വേറെ രഹസ്യമല്ല. പിന്നെ ആൾക്കാർ കുറേ ആൾക്കാർ പറഞ്ഞ് എനിക്ക് കറാമത്തുണ്ട്, തങ്ങൾ പാപ്പാക്കാൻ എന്തിൻ്റെ മേത്തിച്ചിന്, അതൊന്നുമല്ല. റസൂലുള്ളാഹിന്റെ പേരിൽ സുബഹി സമയം കഴിഞ്ഞ സ്വലാത്താണ്. അപ്പോൾ അല്ലാഹു റഹ്മത്തിന്റെ മലക്കിനെ കൊണ്ട് എന്ത് ചെയ്യും? ഒരു സഹായിക്കും. അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. പിന്നെ തങ്ങൾ കുറെ യൂട്യൂബർമാരെ പൈസ കൊടുത്തിട്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നുണ്ടെന്നുള്ളൊരു പരാതി വരുന്നുണ്ടല്ലോ, അതിനെങ്ങനെ നേരിടുന്നു? അത് പറയുന്ന ഓലല്ലേ, അതും അവരാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. തെളിവ് ഓല് കൊടുന്നോട്ടെ, നമുക്ക് സന്തോഷമല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഓല റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഇതൊക്കെ ഓല് ചെയ്യുന്നത്. അതുകൊണ്ട് അതിലൊന്നും ഞാൻ എന്തില്ല വിഷമം അനുഭവിക്കുന്ന ഒരാൾ. പിന്നെ ഈ ഒരു സമയത്തും ഇവിടെ ആള് കുറയുന്നില്ല, മറ്റുള്ള തങ്ങന്മാർക്ക് പണിയില്ല എന്ന് തങ്ങളല്ല ഓല പറയുന്നത്. അതിനെങ്ങനെ കാണുന്നത്? അല്ല, എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇന്ത്യത്തേക്ക് ആരും വരണ്ടെന്നാ പറയുന്നത്. ഇപ്പോഴും നിങ്ങൾ പറയാനുള്ള ഇന്ത്യത്തേക്ക് എന്ത് ചെയ്യണ്ട, ആരും വരണ്ട. കാരണം എന്താ വെച്ചാൽ നമുക്കൊക്കെ അള്ളാഹു ജീവിക്കാൻ വേണ്ടി ചെറിയ ചെറിയ നിയമത്ത് റബ്ബ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ തങ്ങന്മാർക്കും പോയിക്കോളി, ഓൾക്ക് അള്ളാഹു നിയമത്ത് ഇട്ടില്ലേ. കാരണം നമ്മളൊരു ചികിത്സക്കാരനാണ്, നമ്മളത്തെ കറാമത്തുണ്ട്, നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിൽ പറയില്ല. സ്വലാത്തുൽ ഫാത്തിന് എന്തുണ്ട്, കറാമത്തുകളുണ്ട്. അപ്പം അതിൻ്റെ പ്രതിഫലം കൊണ്ട് എന്ത് ചെയ്യുന്നു, വരുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുന്നു. വേറൊരു ഇതൊന്നും നമുക്ക് എത്തില്ല.